ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹും റിപ്പോർട്ട് ചെയ്ത പ്രസിദ്ധമായൊരു ഹദീസിൽ ഇങ്ങനെ കാണാം: ഇന്ന ഫീ ഹാദിഹിൽ ഹബ്ബത്തി സൗദാ ഷിഫാഉൻ മിൻ കുല്ലി ദാഇൻ ഇല്ലസ്സാം. തീർച്ചയായും ഈ ഹബ്ബത്തു സൗദാ എന്ന ധാന്യത്തിൽ എല്ലാ രോഗങ്ങൾക്കും ശിഫയുണ്ട്, ഇല്ലസ്സാം മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും ശിഫയുണ്ട്. ഹബ്ബത്തു സൗദാ എന്ന് പറയുന്നത് കരിഞ്ജീരകത്തെക്കുറിച്ചാണ് എന്നതാണ് പ്രബലമായ വ്യാഖ്യാനം. അതിന് ബാലിശമായ മറ്റു ചില വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടവരുണ്ട്. പക്ഷേ ആധികാരികന്മാരായ വ്യാഖ്യാതാക്കളൊക്കെ അത് കരിഞ്ജീരകമാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ജീരകങ്ങൾ എല്ലാം ഔഷധ ഗുണമുള്ളതാണ്. അതിലേറ്റവും ഔഷധ ഗുണമുള്ളതാണ് കരിഞ്ജീരകം എന്ന് പറയുന്നത്. കരിഞ്ജീരകത്തിൻ്റെ ഔഷധ വീര്യങ്ങളെ കണക്കാക്കുന്നത് അതിൻ്റെ പൂവുകളുടെ കളറുകളെ നോക്കിയിട്ടാണ്. വയലറ്റ് കളറിൽ പൂവുള്ള കരിഞ്ജീരകമാണ് ഏറ്റവും ഔഷധ ഗുണമുള്ളത് എന്നതാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. കരിഞ്ജീരകത്തിൻ്റെ നാട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാണ് എന്നുകൂടെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വൈദ്യത്തെക്കുറിച്ച് ധാരാളമായി സംസാരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലെ പ്രബലമായ ഒരു സംസാരമാണ് കരിഞ്ജീരകത്തെക്കുറിച്ചുള്ള സംസാരം. തീർച്ചയായും ഈ കരിഞ്ജീരകത്തിൽ ഇന്ന ഫീ ഹാദിഹിൽ ഹബ്ബത്തി സൗദാ, തീർച്ചയായും ഈ കരിഞ്ജീരകത്തിൽ ഉണ്ട് ഷിഫാഉൻ, ശമനമുണ്ട്, മിൻ കുല്ലി ദാഇൻ, എല്ലാ രോഗങ്ങളെ തൊട്ടും എന്നാണ്. ഒരു സാധനം മരുന്നാണ് എന്ന് പറയുന്നതും ഒരു സാധനം ശമനമാണ് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു വസ്തു മരുന്നാവണമെങ്കിൽ 60% റിസൾട്ട് മതിയാവും. ഒരു സാധനം ശമനമാവണമെങ്കിൽ 100% റിസൾട്ട് വേണം. 100% റിസൾട്ടുള്ള ഒരു മരുന്നാണ് കരിഞ്ജീരകം എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കരിഞ്ജീരകത്തെ ഇസ്ലാമികമായി വ്യാഖ്യാനിക്കുമ്പോൾ ഈ ഹദീസിനെയാണ് നമുക്ക് വിശദീകരിക്കാൻ സാധ്യമാവുക. ഇതേ അർത്ഥത്തിൽ സ്വഹീഹുകളിൽ വേറെയും ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അലൈക്കും ബിൽ ഹബ്ബത്തി സൗദാ, നിങ്ങൾ കരിഞ്ജീരകത്തെ നിർബന്ധമാക്കുക എന്ന് പറഞ്ഞ മറ്റൊരു ഹദീസുണ്ട്. കരിഞ്ജീരകത്തെ നിർബന്ധമാക്കുക എന്ന ഹദീസിനെ നമ്മൾ വിശദമായി പഠിക്കുമ്പോൾ കഴിക്കുക എന്ന് പലരും അലൈക്കും എന്നതിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അലൈക്കും എന്നതിന് കഴിക്കുക എന്ന് എല്ലാ സ്ഥലത്തും അർത്ഥം വെക്കാൻ കഴിയില്ല. നിർബന്ധമാക്കുക എന്നാണ് ആ വാക്കിൻ്റെ കറക്റ്റ് അർത്ഥം. അപ്പോൾ സൂക്ഷിച്ചു വെക്കുക എന്നാണ് കിട്ടുന്നത്. പിന്നെ ഇതിൽ പ്രധാനമായും പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ഈ കൊറോണ വ്യാപകമായ ഈ കാലഘട്ടത്തിൽ കരിഞ്ജീരകം വലിയ ഒരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. ഈ ഹദീസിൽ നിന്ന് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കരിഞ്ജീരകം തിന്നുക എന്നൊരിക്കലും കിട്ടൂല. രോഗത്തിന് മരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം സ്ഥിരപ്പെടേണ്ടത് രോഗമാണ്. അപ്പോൾ രോഗമുള്ളവർക്ക് കഴിക്കാനുള്ള ഔഷധമാണിത് എന്നാണ് രോഗത്തിന് ശമനമുണ്ട് എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ ലാവിഷായി കഴിക്കാനുള്ള ഒരു സാധനമല്ല, രോഗികൾക്ക് കഴിക്കാനുള്ളതാണ് എന്നും നമുക്ക് ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ ഹദീസിൻ്റെ ഇത്ര വിശദീകരണം വരുമ്പോൾ തന്നെ എല്ലാവർക്കും കരിഞ്ജീരകം കഴിക്കാമെന്ന് ഒരു പ്രവാചകവചനം കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഇതുമായിട്ട് എങ്ങനെ തരുന്നുണ്ട്? എല്ലാവർക്കും കരിഞ്ജീരകം കഴിക്കാം എന്ന് പറയുന്നത് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ്. അലൈക്കും ബിൽ ഹബ്ബത്തി സൗദാഇ, നിങ്ങൾ കരിഞ്ജീരകത്തെ നിർബന്ധമാക്കുക. ഫ ഇന്ന ഫിഹ ഷിഫാഉൻ മിൻ കുല്ലി ദാ, തീർച്ചയായും അതിൽ എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ട് എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഹദീസ് കൊണ്ടാണ് എല്ലാവർക്കും കഴിക്കാം എന്ന് പറയുന്നത്. പക്ഷെ അത് ഈ ഹദീസിനെ കുറിച്ച് സൂക്ഷ്മമായി പഠിക്കുമ്പോൾ പാരസിറ്റാമോൾ എല്ലാവർക്കും കഴിക്കുക എന്ന് പറഞ്ഞാൽ പനിയുള്ളവർക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലാതെ വെറുതെ എങ്ങനെ കഴിക്കുക എന്നല്ല. രോഗത്തിന് മരുന്നാണ് എന്ന് പറഞ്ഞാൽ രോഗികൾക്ക് കഴിക്കാമെന്നേ വരുള്ളൂ, അല്ലാത്തവർക്ക് കഴിക്കാം എന്ന് വരില്ല. എല്ലാ മരുന്നുകളുടെയും കാര്യം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കരിഞ്ജീരകത്തിൻ്റെ കാര്യവും അങ്ങനെയാണ്. ഈ രോഗത്തിന് ശിഫാണ് എന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് ഈ സർവ്വരോഗത്തിനും ഈ കരിഞ്ജീരകം ശിഫ കാണും. രോഗത്തിന് ശിഫയാണെന്ന് പറഞ്ഞാൽ ആദ്യം രോഗം സ്ഥിരപ്പെടണ്ടേ.
അപ്പോൾ സലാംക്ക് എന്നോട് ചോദിക്കുകയാണ്, ഞാൻ കരിഞ്ജീരകം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ തിരിച്ച് ഞാൻ ചോദിക്കും നിങ്ങൾക്ക് എന്താണ് അസുഖം എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ അസുഖം എന്താണെന്ന് പറയുമ്പോൾ അതിനെങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് കിട്ടും. പിന്നെ വേറൊന്ന്, ഈ ഹദീസിൽ കഴിക്കുക എന്ന് വാസ്തവത്തിൽ പറഞ്ഞിട്ടില്ല. കരിഞ്ജീരകത്തിൽ എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിലെവിടെ കഴിക്കുക എന്ന് പറഞ്ഞ് ചിലപ്പം മൂക്കുകൂടി വലിക്കലായിരിക്കാം, ചിലപ്പം കരിഞ്ജീരകത്തിൻ്റെ സന്ദേശമായിരിക്കും ഷിഫയാകുന്നത്, അല്ലെങ്കിൽ കരിഞ്ജീരകത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന എണ്ണയായിരിക്കാം, അല്ലെങ്കിൽ കരിഞ്ജീരകം പൊടിച്ചതായിരിക്കാം, പൊടിക്കാത്തതായിരിക്കാം, തിളപ്പിച്ച വെള്ളമായിരിക്കാം, പലതുമായിരിക്കാം. അപ്പോൾ കരിഞ്ജീരകത്തിൽ ശമനമുണ്ട് രോഗത്തിന് എന്ന് പറഞ്ഞാൽ ആദ്യം സ്ഥിരപ്പെടേണ്ടത് രോഗമാണ്. അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം രോഗത്തിന് കരിഞ്ജീരകം ഉപയോഗിക്കാമെന്നതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ പറ്റും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പിന്നെ ബഹുമാനപ്പെട്ട നമ്മളെ ഡോക്ടർ PM കുട്ടി സാറ്, നമ്മളെ MES മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. അദ്ദേഹം കരിഞ്ജീരകത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ 110 രോഗങ്ങൾക്ക് കരിഞ്ജീരകം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സർവ്വരോഗ സംഹാരി എന്നൊക്കെ പറയാം. സർവ്വരോഗ സംഹാരിയാണ് എന്നത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പഠനങ്ങൾ ഇനിയും കൂടുതൽ മുന്നോട്ട് പോവേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ ഇതിൽ തന്നെ ഷിഫാ മിൻ കുല്ലി ദാ എന്നാണല്ലോ, എല്ലാ രോഗത്തിനും ഷിഫയുണ്ട് എന്ന് പറഞ്ഞതിന് രണ്ടർത്ഥമാണ്. ഒന്ന്, എല്ലാ രോഗത്തെക്കുറിച്ചും ഓരോ രോഗങ്ങൾക്കും എങ്ങനെയാണ് ഇത് ശമനമാകുന്നത് എന്നതിനെക്കുറിച്ചും അറിയുന്ന ഒരാൾക്കാണ് കരിഞ്ജീരകം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാൻ പറ്റും. അപ്പോൾ രണ്ടറിവുണ്ടായിരിക്കണം. ഒന്ന്, എല്ലാ രോഗങ്ങളെക്കുറിച്ചും അറിവുണ്ടായിരിക്കണം. രണ്ടാമത്തേത്, ഓരോ രോഗങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, കുല്ലുദാ എന്ന് പറയുന്നത് മറ്റൊരു രോഗമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് സാധാരണ നമ്മൾ പറഞ്ഞ അർത്ഥമാണ് എല്ലാ രോഗത്തിനൊന്ന്. വാസ്തവത്തിൽ അത് മറ്റൊരു രോഗമായിരിക്കാം. എല്ലാ രോഗം കൂടിയും ചേർന്ന് വരുന്ന ഒറ്റ രോഗങ്ങൾ ഇന്ന് ധാരാളമുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയാവുന്നതാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുകയും അയാളിൽ ഉണ്ടാവുന്ന ഒരസുഖവും മാറിപ്പോവാതിരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു എല്ലാ രോഗവുമാണ്. ഇങ്ങനെ എല്ലാ രോഗവും എന്ന് പറയുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അത്തരം രോഗങ്ങൾക്കും ആയിരിക്കാം ഇത് ഷിഫയായി വരുന്നത്. അപ്പം ഒരർത്ഥത്തിൽ സർവ്വരോഗ സംഹാരി എന്ന് പറയാമെങ്കിലും ഇഷ്ടംപോലെ കരിഞ്ജീരകം വാഴിച്ചിട്ട് എല്ലാവരും തിന്നോളി എന്നതിനർത്ഥം വെക്കുന്ന തരത്തിലുള്ള സർവ്വരോഗ സംഹാരിയായി ഗണിക്കരുത്. രോഗം കൺഫേം ചെയ്യണം, ആ രോഗത്തിന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ അതിലേക്ക് പ്രവേശിക്കാവൂ എന്നാണ്. കൊറോണയുടെ വിഷയം വരുമ്പോഴാണ് കരിഞ്ജീരകം ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. ഉദാഹരണത്തിന് കരിഞ്ജീരകം, മഞ്ഞൾ, പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടി അങ്ങനെ കലക്കി ഒരു മിശ്രിതമാക്കി അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ കൊറോണയ്ക്കൊരു പ്രതിരോധ മാർഗ്ഗമാണ് എന്ന രീതിയിൽ വാട്സാപ്പിലൂടെ നിരവധി മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കരിഞ്ജീരകം അങ്ങനെ തോന്നുന്നത് പോലെ ആർക്കും എവിടെയും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വസ്തുവായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം അസുഖം, ഇപ്പോൾ ഉദാഹരണത്തിന് ജലദോഷം, പനി, ചുമ, കഫക്കെട്ട് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കൊറോണയുടെ ലക്ഷണങ്ങളായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രതിരോധ മാർഗ്ഗത്തിന് ഇത് അവലംബിക്കാൻ കഴിയും. PM കുട്ടി സാർ തന്നെ വിശദീകരിച്ചതനുസരിച്ച് ഇപ്പോൾ ജലദോഷമാണ് ഒരാൾക്കുള്ളതെങ്കിൽ ചെറിയൊരു ശീലയിൽ 1 സ്പൂൺ കരിഞ്ജീരകം ഇട്ടിട്ട് ആ ശീല ഇങ്ങനെ കെട്ടിയതിന് ശേഷം കയ്യിൻ്റെ അടിയിൽ ഇങ്ങനെ ഉരതിയിട്ട് 2 മൂക്കിലും വലിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അകത്തേക്ക് കഴിക്കുന്നില്ല. നേരെ മറിച്ച് ഒരാൾക്ക് പനിയാണെങ്കിൽ കരിഞ്ജീരകം അല്പം എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഗ്രാമാണ് ഒരു സമയത്ത് ഒരാൾക്ക് കഴിക്കാവുന്ന അളവ്. ഒരു 1.5 ഗ്രാം കരിഞ്ജീരകം അകത്തേക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ അസുഖത്തിനും വേറെ വേറെ രൂപങ്ങളിലാണ് കരിഞ്ജീരകം ഉപയോഗിക്കേണ്ടത്. അത് കൃത്യമായി മനസ്സിലാക്കാതെ ഇതൊരു വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഹദീസുകളുടെ പശ്ചാത്തലങ്ങളെക്കുറിച്ചും ആ ഹദീസ് വന്ന സാഹചര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാതെ പല ആളുകളും സംസാരിക്കും. ഇപ്പം ഹബ്ബത്തുസ്സൗദാ ഷിഫാഉ മിൻ കുല്ലി ദാ ആണ്, കരിഞ്ജീരകം എല്ലാ രോഗത്തിനും ഷിഫയാണ് എന്ന ഹദീസ് മാത്രം കണ്ടാൽ പോരാ. ഈ ഹദീസ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാനുണ്ടായ പശ്ചാത്തലം എന്തായിരുന്നു എന്നതുകൂടി മനസ്സിലാക്കണം. ഏത് രോഗിയോടാണ് പറഞ്ഞിട്ടുള്ളത്, എന്നിട്ട് ഇത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തായിരുന്നു, ഈ അഭിസംബോധിതരെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഹദീസുകൾക്ക് അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഇത് ആരോടാണ് പറഞ്ഞത്, എന്തായിരുന്നു അത് പറയാനുണ്ടായ കാരണം, അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ ഇത് എങ്ങനെയൊക്കെയാണ് രോഗശമനമായി വരുന്നത് എന്ന് കാണാൻ പറ്റുള്ളൂ.
അപ്പോൾ ഈ ഹദീസിൽ നിന്ന് മാത്രം എടുത്തിട്ട് എല്ലാ രോഗികളും കരിഞ്ജീരകം കഴിക്കുക എന്നതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതേ സമയത്ത് അതിനെക്കുറിച്ച് നന്നായി ഗവേഷണം നടത്തി പഠനം നടത്തി ആർക്കൊക്കെയാണ് ഇഫക്റ്റ് ഉള്ളത്, ആർക്കൊക്കെയാണ് സൈഡ് എഫക്റ്റ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഉപയോഗിക്കുന്നതിന് വിരോധമല്ല.